എസ് ഐ ആക്രമിച്ച് കടന്നുകളഞ്ഞ പ്രതിപിടിയിൽ രാത്രികാലങ്ങളിൽ വീടുകളിൽ ഒളിഞ്ഞു നോക്കുക, സ്ത്രീകളെ ശല്യം ചെയ്യുക തുടങ്ങിയ പരാതിന്മേൽ അന്വേഷിക്കാനെത്തിയ പോലീസുകാരനെയാണ് പ്രതി ആക്രമിച്ചത്. പരിക്കേറ്റ് കിഴക്കേക്കരട പോലീസ് സ്റ്റേഷൻ എസ് ഐ ബിജു വിശ്രമത്തിലാണ്. പുനലൂരിൽ പ്രതിയെ കാണാൻ സ്റ്റേഷനിലെത്തിയ ആളുടെ ആക്രമണത്തിൽ ഇൻസ്പെക്ടർക്ക് പരിക്കേറ്റു. രാത്രികാലങ്ങളിൽ വീടുകളിൽ ഒളിഞ്ഞു നോക്കുക, സ്ത്രീകളെ ശല്യം ചെയ്യുക തുടങ്ങിയ പരാതിയിന്മേൽ പ്രദേശത്ത് അന്വേഷിക്കാൻ എത്തിയതാണ് കിഴക്കേക്കരട പോലീസ്. പരാതിയിൽ പറയുന്ന 18-കാരൻ ജോമോനെ കണ്ടെത്തിയ പോലീസ് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുന്നതിനിടയിലാണ് അക്രമമുണ്ടായത്. പ്രതീക്ഷിക്കാതെ ഉണ്ടായ ആക്രമണത്തിൽ ASI ബിജുവിന് പരിക്കേറ്റു. ഞാനും ഡ്രൈവറുടെ ആ ഇരുട്ടത്ത് ലൈറ്റ് വെട്ടത്ത് ഞങ്ങൾ ആ കാടിൻ്റെ നടുക്കൂടെ ഇവരെ വീട്ടിലെത്തുകയും വീട്ടിൽ അപ്പോൾ ലൈറ്റ് വെട്ടവും കഥ അടച്ച് കയറിയിരിക്കുക. അപ്പം അങ്ങനെ അവിടെ ചെന്ന് ഇവനെ വിളിച്ചു സംസാരിച്ചു. അവനെ അങ്ങനെ ഇറങ്ങി വന്നു. അപ്പം നമ്മൾ ഈ കാര്യങ്ങളൊക്കെ ചോദിച്ചു, ഇങ്ങനെ സംഭവം ഉണ്ട്, എന്തോ സംഭവം. അപ്പോൾ ഇവനെ എടുത്താലേ അത് നിങ്ങൾക്ക് തെളിവ് വല്ലതും ഉണ്ടോ, നിങ്ങളെന്തോ ചെയ്യുന്നതെന്നും പറഞ്ഞ് ഇവനെ നമ്മളെ വയലൻ്റായിട്ട് പെട്ടെന്ന് ഒരു മിന്നൽ പോലായിരുന്നു സംഭവം. എനിക്ക് പിന്നെ ഓർമ്മയില്ലാതായി. എന്നുവെച്ചാൽ എൻ്റെ കണ്ണിൽ നിന്നൊരു പിന്നെ ഈ കൊല്ലാൻ പോകുന്നതൊക്കെയുള്ളൊരു പ്രതീതിയായിപ്പോയി. അപ്പോൾ എനിക്ക് പെട്ടെന്ന് അങ്ങ് അൺകോൺഷ്യസ് ആയി. ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നു ഡോക്ടറെ കാണിക്കുകയും അപ്പോഴത്തന്നെ എൻ്റെ കണ്ണെല്ലാം കൂടെ കയറി വീങ്ങിയിരിക്കുകയായിരുന്നു. അപ്പോൾ എനിക്ക് അതികഠിനമായിട്ടുള്ള വേദനയും തലയ്ക്ക് പെരുപ്പുമായി. ശേഷം പ്രതി കടന്നു കളഞ്ഞു. കണ്ണിന് ഗുരുതരമായി പരിക്കേറ്റ ഉദ്യോഗസ്ഥൻ ആശുപത്രിയിലെ ചികിത്സയ്ക്ക് ശേഷം വിശ്രമത്തിലാണ്. പിന്നാലെ തെരച്ചിൽ ഊർജിതമാക്കിയ പോലീസ് പ്രതി ജോമോനെ ഇന്ന് പിടികൂടി. പുനലൂരിൽ വാറന്റ് കേസിൽ കസ്റ്റഡിയിലെടുത്ത പ്രതിയുടെ വിവരങ്ങൾ അന്വേഷിക്കാനെത്തിയ സുഹൃത്താണ് പോലീസ് സ്റ്റേഷനിൽ അക്രമം അഴിച്ചുവിട്ടത്. തടയാൻ ശ്രമിച്ച സ്റ്റേഷൻ ഹൌസ് ഓഫീസറുടെ മൂക്കിന് മർദ്ദനമേറ്റു. ഇൻസ്പെക്ടർ ജെ സന്തോഷ് കുമാറിനാണ് പരിക്കേറ്റത്. സംഭവവുമായി ബന്ധപ്പെട്ട് കരവാളൂർ സ്വദേശി വിജോയെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. കോടതി വാറന്റ് പുറപ്പെടുവിച്ചതിനെ തുടർന്ന് പുനലൂർ സ്വദേശി സൈജുവിനെ കഴിഞ്ഞ ദിവസം പോലീസ് കസ്റ്റഡിയിലെടുത്തിരുന്നു. ഇയാളെ കോടതിയിൽ ഹാജരാക്കാനുള്ള നടപടികൾ നടത്തിവരുന്നതിനിടെയാണ് സുഹൃത്ത് വിജോയ് സ്റ്റേഷനിലെത്തി ആക്രമണം നടത്തിയത്. മദ്യപിച്ചിരുന്ന ഇയാൾ സ്റ്റേഷനിൽ ബഹളം വയ്ക്കുകയും അക്രമാസക്തനാവുകയും ചെയ്യുകയായിരുന്നെന്ന് പോലീസ് പറയുന്നു. ബഹളം കേട്ട് പുറത്തേക്ക് വന്ന ഇൻസ്പെക്ടർ ഇയാളെ തടയാൻ ശ്രമിക്കുന്നതിനിടെയാണ് മൂക്കിന് പരിക്കേറ്റത്. 24 കൊല്ലം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.